സർ, കൊലക്കേസ് പ്രതി കൂടിയായ ഒരു PFI ഭീകരനെ കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച് NIA അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? അല്ല, വളരെ അതിപ്രധാനമായിട്ടുള്ളതും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണിത്. അതായത് കർണാടകയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഭീകരനെയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച് NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് കേസിൽ പ്രതിയായ അബ്ദുൾ റഹ്മാനാണ്. അപ്പോൾ നോക്കണം, ഈ കണ്ണൂരിൽ വെച്ച് അറസ്റ്റിലായിരിക്കുന്നു എന്നതൊരു കാര്യം. മറ്റൊന്ന്, പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയാണ്. അപ്പോൾ കണ്ണൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ ഇവിടേക്ക് നുഴഞ്ഞ് കയറി വന്നതിൻ്റെ കാരണം വളരെ സുരക്ഷിതമായിട്ടുള്ള താവളം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇതിൻ്റെ മുന്നോട്ടുള്ള ചില പലരെയും കണ്ണികളെയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ സുരക്ഷിതമായ താവളം ഒരുക്കി കൊടുക്കാൻ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പല രൂപത്തിൽ കേരളത്തിനകത്തുണ്ട്. അവരുടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു കഴിഞ്ഞിട്ടും ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ഇതിലുള്ള പലരും SDPIയിലൊക്കെ ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പല തീവ്രവാദ ഗ്രൂപ്പുകളിലും ഒക്കെയായി ചേർന്നിട്ടുണ്ട്. ഈ കേരളത്തിലെ മുന്നണികളെല്ലാം തന്നെ ഈ PFIയെ ഒരു കാലത്ത് സംരക്ഷിച്ചുകൊണ്ടിരുന്നവരാണ്. നമുക്കറിയാം, കേരളം മുഴുവൻ ഞെട്ടിപ്പിച്ച ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്, അത് നമുക്ക് ഇപ്പോഴും അത് ആലോചിക്കാൻ വയ്യ. ആലപ്പുഴയിൽ വിളിച്ചത് അന്ന് കോടതി പല പ്രാവശ്യം ഇടപെട്ടിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. ഒരു കുട്ടിയെ തോളിൽ ഇരുത്തിക്കൊണ്ട് ആ കുട്ടിയെ കൊണ്ട് വിളിപ്പിച്ച മുദ്രാവാക്യമാണ് അല്ലേ? അരിയും മലരും കുന്തിരിക്കവും കരുതിക്കോ, നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട് എന്നുള്ളത്. കേരളം മുഴുവൻ വിറച്ചു പോയി എന്നുള്ളത്. വിളിച്ച മുദ്രാവാക്യം മാത്രമല്ല, എന്തൊരു ഇതായിട്ടാണ്, ഒരുപക്ഷെ എന്തോ ഒരു മറ്റുള്ളവരോടുള്ള ദേഷ്യവും വെറുപ്പും എല്ലാം കുഞ്ഞു മുഖത്തിൽ നമുക്ക് കാണാൻ പറ്റും. കുട്ടികൾ ഒരിക്കലും എപ്പോഴും നിഷ്കളങ്കരാണ്, സ്നേഹമുള്ളവരാണ്. ആ ഒരു കുഞ്ഞിനെയല്ല നമ്മൾ ആ മോളിൽ ഇരുന്നുകൊണ്ട് കണ്ടത് അല്ലേ? ഒരു ജനവിഭാഗത്തെ മുഴുവനും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു മുഖമായിരുന്നു. അല്ല, അത്തരത്തിലല്ലല്ലോ അവർ കുട്ടികളെ വളർത്തുന്നത്. നമ്മൾ എഴുത്തിനിരുത്തി കഴിഞ്ഞ് കുട്ടിക്ക് പുസ്തകവും പേനയും പെൻസിലും ഒക്കെ കൊടുക്കുമ്പോൾ അവർ കൊടുക്കുന്നത് ആയുധങ്ങളാണ് കൊടുക്കുന്നത്, അറിയാമോ? ആയുധങ്ങളും ഏറ്റവും വലിയ മത തീവ്രവാദം എന്ന വിഷമാണ് ഉള്ളിലേക്ക് ഇറ്റിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. കാരണം ഇവരുടെ ഓരോ നിരയും അങ്ങോട്ട് അവർക്കറിയാം, ഈ 2047 കൂടി ഇന്ത്യയെ ഒരു ഇസ്ലാം രാഷ്ട്രമാക്കുക എന്നുള്ള ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തോടു കൂടിയാണ് ഇവരുടെ ഈ പോക്ക്. പക്ഷെ അതിനുവേണ്ടി തന്നെയാണ്, അത് മനസ്സിലാക്കിയിട്ട് കൂടിയാണ് ഇവരെ മുഴുവൻ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒറ്റ രാത്രി കൊണ്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. അതിൻ്റെ തലപ്പത്തിരുന്ന നേതാക്കന്മാരെ മുഴുവൻ കൽത്തുറുങ്ങിനകത്ത് അടച്ചു എന്നുള്ളതാണ്. ആ സംഘടനയെ തന്നെ നിരോധിച്ചു. ആ സംഘടനയെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ എന്തായിരുന്നു? ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയാണ് ഹനിക്കുന്നത്, അങ്ങനെയാണ്, നരേന്ദ്രമോദി ഫാസിസ്റ്റാണ്, ഭരണകൂട ഭീകരതയാണ്, മണ്ണാങ്കട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കിയവരാണ്. ഇവരൊക്കെ എന്ത് ചെയ്തു? ഈ അവശേഷിച്ച ഇവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ തന്നെയും NIA കണ്ടുകെട്ടി ജപ്തി ചെയ്തു, ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ടും ഈ അവശേഷിക്കുന്നവരൊക്കെ പലയിടങ്ങളിലേക്ക് കുടിയേറുകയും ചെയ്തു. ഈ പറഞ്ഞതുപോലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അവശിഷ്ടം ഈ SDPI ഒക്കെ രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, പ്രേരിപ്പിക്കുക, കൂട്ടുനിൽക്കുക, ഇതൊക്കെ ഉണ്ടായാൽ പോലും അതിനെയും നിരോധിക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ പേര് പറഞ്ഞ് ഇവിടെ നിൽക്കുകയാണ്. അതിനകത്ത് സംരക്ഷണം തീർത്തിട്ടുണ്ട് ഈ പോപ്പുലർ ഫണ്ടിൻ്റെ അവശേഷിക്കുന്ന ചിലരെയൊക്കെ. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനകത്തും വലതുപക്ഷത്തിനകത്തും സംരക്ഷണം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കിക്കേ, ഈ കർണാടകയിലെ യുവമോർച്ച നേതാവിനെ വധിച്ച
ഈ പോപ്പുലർ ഫണ്ടുകാരൻ കണ്ണൂരിലാണ് അറസ്റ്റിലായിരിക്കുന്നത്. കണ്ണൂരിൽ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇവരുടെ കണ്ണികളുണ്ട്, ആ കണ്ണികൾ കൂട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും സുരക്ഷിതമായ ഇടത്തിൽ പാർപ്പിക്കാനുള്ള നീക്കമായിരുന്നു. അതാണ് കണ്ണൂരിൽ വെച്ച് പിടികൂടിയിരിക്കുന്നത്, കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച്. അപ്പം നേരത്തെ തന്നെ ഈ പലയിടങ്ങളിലും ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചിരുന്നതാണ്. വെള്ളിയാഴ്ച കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ പ്രതിയാണ് സംശയത്തെ തുടർന്ന് അധികൃതർ പിടിച്ചു വയ്ക്കുകയും NIA അറിയിക്കുകയുമാണ് ചെയ്തത്. തുടർന്നാണ് അറസ്റ്റ് ചെയ്ത് പ്രതിയായിട്ടുള്ള ഈ അബ്ദുൾ റഹ്മാനുമായിട്ട് ബാംഗ്ലൂരിലേക്ക് പോവുകയും ചെയ്തു. കുറെ നാളുകളായിട്ട് SDPA NIA നോട്ട് ഇട്ടിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഹിറ്റ് ലിസ്റ്റ് ഒക്കെ പുറത്തു വന്നതും അത് കോടതിയിൽ സത്യവാങ്മൂലം NIA നൽകിയിട്ടുള്ളതും ഒക്കെ. ആ ഹിറ്റ് ലിസ്റ്റ് ഒക്കെ നമുക്ക് ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഹിറ്റ് ലിസ്റ്റ് ആയിരുന്നു അവരുടെ. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ജഡ്ജിമാരുൾപ്പെടെയുള്ള സമൂഹത്തിലെ ഉന്നത പദവിയിൽ ഇരിക്കുന്ന പല വ്യക്തികളും ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവരെയൊക്കെ നോട്ടമിട്ടിരുന്നു, ഇവരൊക്കെ ഒരു പക്ഷേ ഇവരുടെയൊക്കെ ജീവൻ എന്നേ പോയിരുന്നേനെ, കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ അത് NIA അതിന് മുമ്പ് പൊക്കിയത് കൊണ്ടാണ്. ഒന്നും മാത്രമല്ല, നമ്മളുടെ NIA മിക്ക അന്വേഷണ ഏജൻസികളും ഇന്ത്യ തന്നെ വലിയ ചില ജാഗ്രതയിൽ തന്നെയാണ്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇത്തരത്തിലുള്ളവരെ കൂടുതൽ വളർത്താതെ, തീവ്രവാദികൾ എന്ന് തന്നെ നമുക്ക് ഇവരെ വിളിക്കേണ്ടി വരും, അവരെ കൂടുതൽ വളർത്താതെ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഒരുപക്ഷെ നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത്. ഇതിന് കൂട്ടുപിടിക്കുന്ന എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്ന് തോന്നുന്നു. ഇത്തരം ആൾക്കാർക്ക് കുറച്ചുകൂടി ഇടതും വലതും കൂടെ ചേർന്ന് കുറച്ചുകൂടെ ഇവരെയൊക്കെ പുഷ് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, ഇപ്പോൾ അത്യാസന്ന നിലയിൽ കിടക്കുന്ന VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടം കേരളം ഒരു ഇത്തരത്തിലുള്ള മത തീവ്രവാദികളുടെ ഒരു കേന്ദ്രവും അവരുടെ ഒരു താവളവും ഒക്കെയായി തീർന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് പറഞ്ഞു. ശരിയാണ്, ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ കേന്ദ്രമായി തീർന്നിരിക്കുകയാണ്. പലതരത്തിലുള്ള മതപരിവർത്തനം, ആയുധ പരിശീലനം, പിന്നെ ഇത്തരത്തിലുള്ള പ്രതികൾക്ക് ഒളിവിൽ കഴിയാനുള്ള ഇടവും കേരളത്തിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ അബ്ദുൾ റഹ്മാൻ ഇവിടെ വന്നിരിക്കുന്നത്, കണ്ണൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. അപ്പം ഈ കൊടും ഭീകരരാണ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇത് നമ്മുടെ ഇത് ഇവിടുത്തെ അല്ല, പകൽ പോലെ ഇപ്പൊ സത്യമായി വന്നിരിക്കുകയാണ്. PFIയുടെ ഒരു ഇതര സംഘടന തന്നെയാണ് SDPA എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോൾ NIAയുടെ സത്യവാങ്മൂലം, NIA കുറ്റപത്രത്തിൽ കൃത്യമായിട്ട് വിവരിച്ചിരിക്കുകയാണ്. കാരണം ഈ ഹിറ്റ് ലിസ്റ്റ് മാത്രമല്ല, PFI എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു സ്ഥാപനം തന്നെയാണ് ഈ SDPA എന്ന് പറയുന്നത്. അപ്പോൾ അവര് ബാക്കി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഇവരിലൂടെ സാധ്യമാക്കുന്നു. ഫണ്ട് ഉൾപ്പെടെ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ട് ഉൾപ്പെടെ, ഈ റംദാൻ അവരുടെ ചില നോമ്പ് സന്ദർഭങ്ങളിലൊക്കെ ഈ ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ഫണ്ടുകൾ, അത് അനധികൃതമായി വരുന്ന പല ഫണ്ടുകളും ഇവരിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിവശത്തു കൂടി നമ്മുടെ ഈ പറഞ്ഞ 2047 മുമ്പ് തന്നെ ഒരുപക്ഷെ അവരുടെ രാഷ്ട്രമാക്കാനുള്ള എല്ലാ തത്രപ്പാടുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിലാണ് എനിക്ക് തോന്നുന്നു ഏറെ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് നടക്കുന്നത്. അതിനുള്ള വളക്കൂറുള്ള മണ്ണായിട്ട് കേരളം മാറിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ളവരെയൊക്കെ തന്നെ സംരക്ഷിക്കും. കാരണം ഈ വിഭാഗത്തിലുള്ളവരുടെ മുഴുവൻ വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ 2 പ്രധാനപ്പെട്ട മുന്നണികളും ഇക്കാര്യത്തിൽ ഒരു മത്സരം തന്നെ നടത്തുകയും ചെയ്യും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവരെ ഈ പലയിടങ്ങളിൽ നമ്മൾ അറിയാത്ത തരത്തിലുള്ള വലിയ നിഗൂഢ സംഘങ്ങൾ തന്നെ കേരളത്തിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണിത്. വാർത്ത ഞാൻ ജന്മഭൂമിയിലും കണ്ടാന്ന് തോന്നുന്നു, ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു. CPM CPIയിലേക്ക് മിക്ക PFIയിലെ മുൻ നേതാക്കന്മാര് CPM CPIയിലേക്കാണ് കിടക്കുന്നത്. കാരണം അവർ പകല് CPMനോ CPIക്കോ വേണ്ടി പ്രവർത്തിച്ചിട്ട് രാത്രിയിൽ ഇവരുടെ പ്രവർത്തനം SDPAക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്തരത്തിൽ അതിനകത്ത് തന്നെ പല വിമർശനങ്ങൾ ഉയർന്നുണ്ട്. നേരത്തെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, ഇത്തരത്തിലുള്ള ഒരു ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട്, അത് CPMലെ നേതാവിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള PFI നേതാവിനെ CPIയിലേക്ക് എടുത്തിരിക്കുന്നു. അപ്പം ആദ്യമൊക്കെ ഒരു പക്ഷേ ഇവരെ എടുക്കാതിരുന്നിട്ടും പക്ഷെ പിന്നീട് ഇതിലേക്ക് വരിക എന്നുള്ളത് അത് തന്നെ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് വൈകുന്നേരം രാത്രി ആകുമ്പോഴത്തേന് SDPAക്ക് വേണ്ടി പ്രവർത്തിക്കും. അല്ല, ഈ CPMകാരെ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ഇവർക്കൊക്കെ നൽകിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്. ഈ തൊടുപുഴയിലെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ പ്രതികൾക്ക്, അഭിമന്യുവിനെ വധിച്ചവർക്ക്, അപ്പോൾ ഇത്തരത്തിലുള്ള സംരക്ഷണം ഇപ്പോഴും തുടരുന്നുണ്ട്.
പോപ്പുലർ ഫ്രണ്ടുകാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേരളത്തിനകത്ത് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇനി അധികം വൈകാതെ തന്നെ NIA വീണ്ടും ഇറങ്ങുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.